വെൽക്കം ബാക്ക്. സോ ബ്രൈഡ്സ് ആർ യു റെഡി എന്ന് ചോദിക്കാനുള്ള താല്പര്യമുണ്ടെങ്കിൽ റെഡി അല്ലേ? ഓക്കെ, ഇന്നത്തെ നമ്മളെ ടിപ്സ് അല്ലെങ്കിൽ തുടങ്ങുന്ന എന്തിലാണെന്നറിയോ? പെണ്ണ് കാണൽ. പെണ്ണ് കാണൽ എന്ന് പറയുന്നത് ഫോർ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് മാരേജ് ആണ് അല്ലേ? അപ്പോൾ ഇതിൽ 2 ടൈപ്പ് ഓഫ് പെണ്ണ് കാണലുണ്ട്. അറേഞ്ച് മാരേജ് ആയ ടീമിന് ഒരു പെണ്ണ് കാണലുണ്ട്, ലവ് മാരേജ് ആയ ടീമിന് വേറെ പെണ്ണ് കാണലുണ്ട്. എന്ത് സംഭവം തരും? ഈ അറേഞ്ച് മാരേജിലുള്ള എല്ലാ പരിപാടിയും ലവ് മാരേജിലുണ്ട്, പക്ഷെ ലവ് മാരേജിലുള്ള പല പരിപാടികളും അറേഞ്ച് മാരേജിലുണ്ടാവില്ല. കൺഫ്യൂഷനായോ? ഞാൻ പറഞ്ഞു റിലാക്സ്. അതായത് എന്താണെന്ന് വെച്ചാൽ, ലവ് മാരേജ് ആകുമ്പോൾ ഇതിൽ പാർട്ട്നേഴ്സ് തമ്മിൽ നല്ല പരിചയമായിരിക്കും, അവർ തമ്മിൽ അറിയും, ചിലപ്പോൾ ഫാമിലീസ് തമ്മിൽ അറിയും. അപ്പോൾ അതിൻ്റെ ഒരു കണക്ഷൻ വേറെ ഉണ്ടാവും. ഇതിൽ നമുക്ക് പ്രയോജനപ്പെടുന്നത് എങ്ങനെയെന്നുള്ള ഫസ്റ്റ് നമ്പർ ടിപ്പ് 1 ഫോർ ബ്രൈഡ്സ് എന്താ വെച്ചാൽ, നിങ്ങൾ എപ്പോഴും ഫോട്ടോസും വീഡിയോസും എടുക്കാൻ ശ്രമിക്കുക. എസ്പെഷ്യലി ഫോർ റീൽസ് ആണ്. ഇപ്പം നമ്മൾ ഡേ ടു ഡേയിൽ ഏതെങ്കിലും ഒരു വീഡിയോ വൈറൽ ആവുക എന്നുള്ളതാണ് നമ്മളെല്ലാവരുടെയും ലക്ഷ്യം. കല്യാണത്തിൻ്റെയോ സംഗീതത്തിൻ്റെയോ ഹൽദിയുടെയോ വട്ടെവർ ഏതിൻ്റെയെങ്കിലും ഒരു വീഡിയോ സെറ്റ് ആവുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹം. അപ്പോൾ അതിന് നല്ല വീഡിയോസ് കിട്ടണം. നല്ല വീഡിയോസ് ആണെങ്കിൽ നല്ല എന്ത് വേണം? നല്ല ഡ്രസ്സിങ് വേണം. അപ്പോൾ ഈ 2 കാര്യങ്ങളും ലവ് മാരേജിൽ ഈസ് പോസിബിൾ. അറേഞ്ച് മാരേജിൽ എന്തേ പോസിബിൾ ഉള്ളൂ? ഫോട്ടോഗ്രാഫി പോസിബിൾ ആണ്, പക്ഷേ കമ്പൈൻ ചെയ്തിട്ടുള്ള ഡ്രസ്സ് കളേഴ്സ് ചിലപ്പോൾ പോസിബിൾ അല്ല. വാട്ടെവർ. ഇനി നിങ്ങൾ സാധാരണ നോർമലായിട്ട് ക്യാഷ്വൽ വെയേഴ്സാണ് ഇടുക. നമ്മളെ പെണ്ണ് കാണലെന്ന് പറഞ്ഞാൽ ചെക്കൻ വന്ന് ഇഷ്ടപ്പെട്ട് പിന്നെ ഫാമിലി ആയിട്ട് വരുന്ന പരിപാടി കേട്ടോ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് കളേഴ്സ് കോമ്പിനേഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലാവൻഡർ ആൻഡ് വൈറ്റ് കളറാണ്. ലാവൻഡർ വൈറ്റ് എന്ന് പറയുന്നതിന് നിങ്ങൾക്കറിയാം, ഇറ്റ്സ് സോ ഗുഡ്. നമുക്ക് കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരു സ്റ്റാൻഡേർഡ് ഫീൽ ഉണ്ട്. രണ്ടാമതെന്ന് പറയുന്നത് സാൽമൺ പിങ്ക് ആൻഡ് വൈറ്റ് ആണ്. ആൻഡ് ദിസ് ഓൾസോ എ ഗുഡ് ചോയ്സ് ആണ് സാൽമൺ പിങ്ക് എന്ന് പറയുന്നത്. ആൻഡ് പിങ്ക് ആൻഡ് വൈറ്റ് ആണ്. എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള കളറാട്ടോ വൈറ്റ്. ബിക്കോസ് മൈ ഫേവറേറ്റ് കളർ ഈസ് വൈറ്റ്. പിന്നെ എനിക്ക് കണ്ടിടത്തോളം തോന്നിയിട്ടുണ്ട് വൈറ്റ് കുറച്ചുകൂടി സ്റ്റാൻഡേർഡുള്ള കളറാണ്. ആൻഡ് സ്കൈ ബ്ലൂ ആണ് അടുത്തെന്ന് പറയുന്നത്. സ്കൈ ബ്ലൂവും വൈറ്റും തമ്മിൽ എന്തോ ഒരു നല്ലൊരു അട്രാക്ഷൻ ഉണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. നമ്മൾ ഡ്രസ്സ് ചെയ്യുമ്പോൾ ഭയങ്കര ഭംഗിയാണ്, ഒരു ഫോറിനേഴ്സിൻ്റെ ഒക്കെ ലുക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് പിന്നെയെന്ന് പറയുന്നത് ഒലീവ് ഗ്രീൻ ആൻഡ് വൈറ്റ്. ഈ കളേഴ്സൊക്കെ എന്താണ് വളരെ അടിപൊളി കോമ്പാണ്. സോ ലവേഴ്സ് ആയിട്ടുള്ള കപ്പിൾ പെണ്ണ് കാണൽ ചടങ്ങ് ഉണ്ട് എങ്കിൽ യു മസ്റ്റ് ട്രൈ ഇറ്റ് ഗൈസ്, ബിക്കോസ് നല്ല ഭംഗിയില്ല കേട്ടോ. പക്ഷെ ഡാർക്ക് സ്കിൻ ഉള്ളവർക്ക് ചിലർക്ക് ഭയങ്കര അധികം ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും. ആ ടൈമിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന 2 കളേഴ്സാണ്. ഒന്ന് ബ്രൗൺ. ഈ കളർ ഭയങ്കര അടിപൊളിയായിരിക്കും കേട്ടോ. ഡാർക്ക് സ്കിൻ ടോൺ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡാർക്ക് സ്കിൻ ടോൺ ആണ് നമ്മുടേത് എങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു കളറാണ് ബ്രൗൺ കളർ. ആൻഡ് അതുപോലെ തന്നെ ഈ യെല്ലോ, ഇത് ഇസ് കൈൻഡ് ഓഫ് ഐ തിങ്ക് മസ്റ്റാർഡ് യെല്ലോ എന്നാണ് ഇതിന് പറയാൻ തോന്നുന്നുണ്ട്. അങ്ങനെ ഈ യെല്ലോ നല്ല ഭംഗിയുള്ളതായിരിക്കും. സോ നിങ്ങൾ കോൺഫിഡൻറ്റോടെ ഒരു പെണ്ണ് കാണൽ അങ്ങ് കാച്ചാലോ.